Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ iQOO Z6 Pro എന്ന ഈ ഒരു ഫോണിൻ്റെയാണ്. iQOO Z6 Pro 5G ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫോൺ വരുമെന്ന് കുറേ നാളായിട്ട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു നല്ല ഫോണായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും നമ്മൾ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഈ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. സോ ഈ കാണുന്നതാണ് iQOO Z6 Pro 5G എന്ന ഫോണിൻ്റെ ബോക്സ്. യൂഷ്വലായ iQOO ഫോണുകളുടെ ബോക്സ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് iQOO Z6 Pro എന്ന ഫോൺ കാണാം. കയ്യിലോട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെയുണ്ട് ഈ ഒരു ഫോൺ. ഇതിൻ്റെ ക്യാമറ മോഡ്യൂളിൻ്റെ ഡിസൈനൊക്കെ ഇത്തിരി വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സംഗതി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ സംഗതി ആയിട്ടുണ്ട്. മൊത്തത്തിൽ കാണാനും ഒരു നല്ല ഗുഡ് ഫിനിഷിംഗ് ഉണ്ട്. ഒരു നല്ല പ്രീമിയം ഫോണുകളുടെ, അതായത് 40,000 50,000 റേഞ്ചിലൊക്കെ കാണുന്ന പല പ്രീമിയം ഫോണുകളുടെയും ഒരു ലുക്ക് ഈ ഒരു ഫോണിൻ്റെ റിയർ സൈഡിനുണ്ട്. എനിക്ക് മാത്രമാണോ തോന്നിയത് എന്ന് എനിക്കറിയില്ല, ബട്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നല്ല പ്രീമിയം ലുക്കുള്ള ഫോൺ തന്നെയാണ്. ഫോണിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. കുറച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഒരു നല്ല കേസ്, നല്ല ക്വാളിറ്റി കേസ് കറക്റ്റായിട്ട് ഫോൺ ആപ്റ്റാവുന്ന നല്ല ബിൽറ്റ് ക്വാളിറ്റി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കേസാണ്. ഈ ബോക്സിൽ തന്നെ 67 വാട്ടിൻ്റെ ചാർജർ ഉൾപ്പെടുന്നുണ്ട്. ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. 67 വാട്ട് ചാർജർ ഉപയോഗിക്കുമ്പോൾ ഈ 4700 mAh ബാറ്ററി ഒരു 18 മിനിറ്റ് കൊണ്ട് തന്നെ 50% ആവും, 28 മിനിറ്റ് കൊണ്ട് തന്നെ 70% ആവും, 51 മിനിറ്റ് കൊണ്ട് 1 അതായത് 0 to 100% ആവും. സോ ഒരു സഫീഷ്യൻ്റായ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. 4700 mAh ബാറ്ററി, അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫും ഈ ഒരു ഫോണിന് തരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ സിം ടൂളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഗുഡ് ലുക്കിംഗ് ഉള്ള ഒരു ഫോൺ. ഇതിനെ ക്ലോസ് ആയിട്ട് നമുക്കൊന്ന് കാണാം. താഴത്തെ സൈഡിൽ സിം ട്രേ, ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടണുകൾ. ലെഫ്റ്റ് സൈഡിൽ ക്ലീൻ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ നിങ്ങൾക്ക് കാണാം. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയുമാണ് വരുന്നത്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. 6.44 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ, HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗുഡ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. നോച്ച് ഡിസൈൻ ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് ലുക്ക്. നന്നായിട്ടുണ്ട് ഫോൺ. നല്ല ഒരു ഗുഡ് ഇൻഹാൻഡ് ഫീലിംഗ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ തിക്നെസ് 8.49 mm ആണ്. 187 ഗ്രാമാണ് വെയിറ്റ്. ഓവർ വെയിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കയ്യിൽ നല്ല ഇൻഹാൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ പെർഫോമൻസ് ഞാൻ ആദ്യം തന്നെ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഡിസ്പ്ലേയുടെ കാര്യം പറയാം. കണ്ടോ, നല്ല ഫാസ്റ്റായ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ആ ഒരു മേഖല ക്ലിയർ ആണ്. ഫേസ് അൺലോക്കിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാം. നല്ല വിഷ്വൽ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് തരുന്നത്. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. 1300 നിറ്റ്സ് ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. സ്കോട്ട് സെൻസേഷൻ അപ്പ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. സോ അത്യാവശ്യം സ്ട്രോങ് ആയ നല്ല ക്വാളിറ്റി AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 778G 5G എന്ന് പറയുന്ന മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 7 5G ബാൻഡുകളും വരുന്നുണ്ട്. സോ 5G ഒരു ഇഷ്യൂ അല്ല ഈ ഫോണിനെ സംബന്ധിച്ച്. ഒരു നല്ല 5G ഫോണാണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. 6GB റാം, 8GB റാം, 12GB റാം അങ്ങനെയുള്ള ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. 128GB സ്റ്റോറേജും 256GB സ്റ്റോറേജും കിട്ടുന്നുണ്ട്. 256GB വരുന്നത് 12GB റാമിൻ്റെ ഒപ്പമാണ്. നിങ്ങൾക്ക് കാണാം ഗെയിമിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ സ്മൂത്ത് എക്സ്ട്രീം ഒക്കെ ഇട്ടുകൊണ്ട് BGMI നന്നായിട്ട് തന്നെ കളിക്കാൻ പറ്റും. അൾട്രാ ഗെയിം മോഡ് പോലുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഓവറോൾ നല്ല ഗുഡ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. ഫൺ ടച്ച് ചോയ്സ് 12 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 12 തന്നെയാണ് വരുന്നത്. സോ ലേറ്റസ്റ്റ് ആയ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഹീറ്റ് വരാതിരിക്കാൻ വേണ്ടി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന VC ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സെറ്റപ്പാണെന്നാണ് പറയുന്നത്. 32,923 mm ആണ് ഇതിൻ്റെ ടോട്ടൽ ലിക്വിഡ് കൂളിംഗ് ഏരിയ വരുന്നത്. 4D ഗെയിം വൈബ്രേഷനൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ ഓവറോൾ ഗെയിമിംഗ് അടിപൊളിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. സ്നാപ്ഡ്രാഗൺ 778ൻ്റെ ANTUTU സ്കോറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഇതിൽ എക്സ്റ്റൻഡ് റാം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എക്സ്റ്റൻഡ് റാം 2.0, അതായത് ഒരു 4GB സ്റ്റോറേജ് എടുത്തിട്ട് റാമിലേക്ക് ആഡ് ചെയ്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓവറോൾ പെർഫോമൻസിൽ യാതൊരുവിധ ഇഷ്യൂസും നമുക്ക് ഇതിനകത്ത് ഫേസ് ചെയ്യുന്നില്ല. ക്യാമറയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജ് സാമ്പിളുകൾ. എങ്ങനെയുണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇമേജ് സാമ്പിളുകൾ? നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് ഇതിൻ്റെ ക്യാമറ തരുന്നത്. എനിക്ക് യാതൊരു ഇഷ്യൂസും തോന്നിയില്ല. ചെറിയ ചെറിയ വേരിയേഷൻസ് നിങ്ങളുടെ പേഴ്സണൽ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. എനിക്ക് ഇമേജുകൾ ഓക്കെയാണ്.
ചെറിയൊരു വീഡിയോ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ ഇമേജുകളായാലും വീഡിയോസ് ആയാലും അത് ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് സിറ്റുവേഷനുകളിലായാലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ഇമേജും വീഡിയോസും രണ്ടായാലും നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിലടക്കം നല്ല ക്വാളിറ്റി ഇമേജുകളും വീഡിയോ ക്ലിപ്പുകളുമാണ് നമുക്കിതിനകത്ത് എടുക്കാൻ സാധിക്കുന്നത്. നന്നായിട്ടുണ്ട്. സെൽഫി ക്യാമറ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. യാതൊരു ഇഷ്യൂസും സെൽഫി ക്യാമറയിലും നമുക്ക് തോന്നുന്നില്ല. ഇമേജുകൾ ഡേ ലൈറ്റിലായാലും ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിലായാലും ഞാൻ ചില ഷോപ്പുകളിനുള്ളിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് എടുത്തിട്ടുള്ള ഇമേജുകളാണ്. അതെല്ലാം തന്നെയും നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഡേ ലൈറ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും സെൽഫി ക്യാമറയും നല്ല നിലവാരമുള്ള ഇമേജുകൾ നമുക്ക് തരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. പിന്നെ ഇതിനകത്ത് ഡുവൽ വീഡിയോ റെക്കോർഡിംഗ് അങ്ങനെയുള്ള ഒട്ടനവധി ഫീച്ചറുകൾ വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, മെയിനായിട്ടും ഇതിൻ്റെ ക്വാളിറ്റി നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ ക്യാമറ ടു API ലെവലൊക്കെ നോക്കിയാൽ ലെവൽ 3 തന്നെയാണ് വരുന്നത്. വൈഡ് ബാൻഡ് സർട്ടിഫിക്കേഷനൊക്കെ വൈഡ് ബാൻഡ് L1 തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ സാർ വാല്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 1.15 ആണ് ഹെഡ് സാർ വാല്യൂ, 0.56 ഒക്കെയാണ് ബോഡി സാർ വാല്യൂ വരുന്നത്. ഗുഡ് ലെവൽ തന്നെയാണ്. വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങൾ, OTG സപ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഡിസൈൻ ആയാലും ഡിസ്പ്ലേ ആയാലും ഗെയിമിംഗ് പെർഫോമൻസ് അടക്കമുള്ള സിസ്റ്റം ഓവറോൾ പെർഫോമൻസ് ആയാലും ക്യാമറ ആയാലും ബാറ്ററി ആയാലും ഫാസ്റ്റ് ചാർജിങ് ആയാലും എല്ലാ മേഖലകളിലും ഒരു നല്ല രീതിയിലുള്ള നിലവാരം iQOO ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈസ് കൂടി ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഈ ഒരു നോച്ച് ഡിസൈൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആകപ്പാടെ അയ്യോ ഒന്നും കൂടി നന്നായിരുന്നെങ്കിൽ എന്ന് തോന്നാൻ പോകുന്ന ഒരു ഘടകമെന്നാണ്. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ടല്ലേ. എന്തായാലും അത്രയുമാണ് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.